ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു ഫ്രോക്ക് കുർത്തി എങ്ങനെയാണ് ലൈനിങ്ങും ഇന്നർ ലൈനിങ്ങും വെച്ച് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റ് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോഡി പീസായിട്ട് വരുന്നത് ഈ നെറ്റ് പീസാണ്. അതിന് ജോർജറ്റിൽ ലൈനിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇന്നർ ലൈനിങ് ആയിട്ട് കോട്ടൺ ലൈനിങ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. ഏത് ഇന്നർ ലൈനിങ് 2 ലൈനിങ് കൊടുക്കുന്നുണ്ട്. കാരണം നെറ്റ് വളരെ തിക്ക് കുറവുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നൈസ് ആയതുകൊണ്ട് നമ്മൾ 2 ലൈനിങ് കൊടുത്താണ് ഈ ഫ്രോക്ക് കുർത്തി ഇവിടെ റെഡിയാക്കുന്നത്. അപ്പം എ ലൈനിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഇന്നർ വന്നിട്ട് എ ലൈനിലാണ് ഉള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഈ ബോഡി പീസ് ഉണ്ടല്ലോ, ബോഡി വന്നിട്ട് ഫ്രോക്ക് ടൈപ്പിൽ അടിയിൽ ഫ്രില്ല് കൊടുത്തിട്ടാണ് ഈ നെറ്റ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ മോഡൽ കട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെന്താണ് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലെന്ത് എടുക്കുന്നു. ടോപ്പിൻ്റെ ലെന്ത് വരുന്നത് 44 ഇഞ്ചാണ്. നമുക്കിവിടെ ലൈനിങ് ഒരു 41 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 41 ഓക്കെ ലൈനിങ് മാർക്ക് ചെയ്തു, ലെന്ത് മാർക്ക് ചെയ്ത് ലൈനിങ്ങിൻ്റെ. അതിന് ശേഷം നെക്ക് മാർക്ക് ചെയ്യുക. നെക്ക് ബോട്ട് നെക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ 38, 40, 42 മെഷർമെൻറ്റുകൾക്കെല്ലാം ഒരു 4.25 ഇഞ്ചാണ് നെക്കിൻ്റെ അകലം ബോട്ട് നെക്കിന് മാർക്ക് ചെയ്യാറ്. അപ്പം ആ അകലത്തിൽ നമുക്ക് ഈ സൈസുള്ള ടോപ്പുകളെല്ലാം റെഡിയാക്കിയാൽ ബോട്ട് നെക്ക് കറക്റ്റായിട്ട് കഴുത്ത് ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇനി 4.25 കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അതിന് മേലോട്ടുള്ള സൈസുകൾക്ക് 4 ഇഞ്ച് നമ്മൾ അങ്ങോട്ടേക്ക് വിട്ട് അകലം എടുക്കാവുന്നതാണ്. ബട്ട് ഈ 38 മുതൽ 40, 42, 44 സൈസ് വരെയുള്ളവർക്ക് ഈ 40 എത്രയാണ് 4.25 അളവെടുത്താൽ മതിയാവും. 4.25 ഇവിടെ ഒരു മാർക്ക് കൊടുക്കാം. അതിനുശേഷം ഷോൾഡറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ഇഞ്ച് റെഡി കിട്ടിയാൽ മതി. അപ്പോൾ 2 ഇഞ്ച് നമുക്ക് റെഡി കിട്ടിയാൽ മതിയെങ്കിൽ നമ്മളൊരു 2.25 എടുക്കുക. അപ്പോൾ 4 ഇഞ്ച് ഇവിടെ 2 സ്ഥലത്തും മാർജിൻ പോയാൽ നമുക്ക് കറക്റ്റ് 2-2.25 അടുത്ത് ഷോൾഡർ റെഡി കിട്ടണം. അപ്പോൾ ഇവിടെ ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ മൊത്തം ഷോൾഡർ എത്ര വരുന്നതെന്ന് ചെക്ക് ചെയ്യണം. മൊത്തം ഷോൾഡർ വരുന്നത് 7.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പം നമ്മളുടെ ഷോൾഡർ 7.5 ഇഞ്ച് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ കുറച്ച് താത്തിയിട്ട് ഈ 7.5 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് കൊടുത്തു. എന്തിനാ വേണ്ടി? അത് കൈക്കുഴിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കൈക്കുഴിക്ക് വേണ്ടി നമ്മൾ ഈ മാർക്ക് കൊടുത്ത അതേ ലെവലിൽ നമ്മൾ ഇതിൻ്റെ സൈസ് എത്രയാണെന്ന് നോക്കണം. സൈസ് എത്രയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് സൈസ് വരുന്നത് 37 ആണ്, 36, 37 ആണ്. അപ്പോൾ നമുക്കിവിടെ കൈക്കുഴി അധികം കുഴിക്കേണ്ടതില്ല. ഒരു 6.5 ഇല്ലെങ്കിൽ ഒരു പോയിൻ്റ് കൂടെ താഴോട്ട് ഇറക്കിയിട്ട് നമുക്കിവിടെ ഒരു മാർക്ക് കൊടുക്കാം. ഇവിടെ 6.5 എന്ന് വെച്ചാൽ കൈക്കുഴി ഓരോ പോയിന്റിനനുസരിച്ച് 4 പീസും കൂടി ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 2 പീസും കൂടി ആകുമ്പോഴത്തേക്കും താഴേക്ക് 1/2 ഇഞ്ച് വെച്ച് ഒരു പോയിന്റിന് 1/4 ഇഞ്ച് വെച്ച് താഴോട്ട് പോകും. അപ്പം അത് കൈക്കുഴി അധികം കുഴിയാതെ കറക്റ്റ് ഫിറ്റിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 6.5 എടുത്താൽ കൂടെ ഓക്കെ ആയിരിക്കും. കാരണം കറക്റ്റ് ഫിറ്റായിട്ടിരിക്കാം. പിന്നെ ഇന്നർ ആയതുകൊണ്ട് ഇനി കുറച്ച് കൂടുതൽ എടുത്താലും നമുക്കിപ്പോൾ പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മേലെ ഒരു കോട്ട് വരുന്നുണ്ട് നെറ്റിൻ്റെ. അപ്പം കുറച്ച് ഇന്നർ ഡീപ്പായാലും നമുക്ക് വലിയ പ്രോബ്ലം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു 6.25 എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സുകൾക്ക് എത്രയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? ഇവിടെ വന്നിട്ട് 5 അല്ല 1.5 ഇഞ്ച് 1.5 ഇഞ്ചിന് നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കണം.
1.5 ഇഞ്ചിൽ നമ്മളിവിടെ ഒരു മാർക്ക് കൊടുത്തു ബാക്കിന് വേണ്ടിയിട്ട്. അതിന് ശേഷം കൈക്കുഴി പിന്നെ കുഴിച്ച് വെട്ടുന്നത് പിന്നീട് വെട്ടിയാലും മതി. അപ്പോൾ അവിടെ ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചിൽ ഇവിടെ ഒരു ചെറിയ മാർക്ക് കൊടുക്കുക. അതിന് ശേഷം എടുക്കേണ്ട അളവ് ചെസ്റ്റ് ആണ്. ചെസ്റ്റ് അളവിന് 37 ആയിരുന്നു വരുന്നത്. അപ്പം 36 9×4 വരുന്നുണ്ട്. അതിനുശേഷം 1/4 ഇഞ്ച് കൂടെ എടുത്തു കഴിഞ്ഞാൽ 37 കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇന്നർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ലൂസ് ഇട്ടാലും പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് ഒരു 9.5 ഇടുന്നു. അപ്പോൾ എത്ര കിട്ടും, 38 കിട്ടുന്നു. അപ്പോൾ ഇന്നർ കുറച്ച് ലൂസായി കിടന്നോട്ടെ, ഫിറ്റിൽ വേണ്ട. അപ്പോൾ ഇന്നർ തയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് ലൂസിലിടാൻ 1/2 ഇഞ്ച് നമ്മളെപ്പോഴും കൂട്ടിയിടുക. കറക്റ്റ് ഡ്രസ്സിന് തയ്ക്കുന്ന പോലെ ടൈറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇവിടുന്ന് ഒരു 1.5-2 ഇഞ്ച് മാർജിനും മാർക്ക് ചെയ്യണം. അതിന് ശേഷം ചെയ്യേണ്ട അളവ് ഏതാ, ഫ്രണ്ടിൻ്റെ ഷേപ്പാണ്. ഫ്രണ്ട് ബാക്ക് ഷേപ്പ് നമ്മളിവിടെ 13.5 ഇഞ്ചിൽ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷേപ്പിന് വേണ്ടി 13.5 ഇഞ്ച് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു. അതിനുശേഷം 13.5 ഇഞ്ചിൽ വന്നിട്ട് അതിൻ്റെ ഷേപ്പിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കുക. എത്ര വരുന്നത്, 32 ആണ് വരുന്നത്. 32 ആകുമ്പം 8 ഇഞ്ച് എടുക്കുക. അപ്പം ബാക്കിൽ നമ്മൾ ടക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു 1/4 ഇഞ്ചും കൂടെ അധികം എടുക്കുക. അപ്പം 8.25 എടുക്കുക. 8.25 ഇവിടെ ഒരു ഇനി ടക്ക് കൊടുക്കണ്ട എങ്കിൽ കറക്റ്റായിട്ട് 8.25 എടുത്താലും കുഴപ്പമില്ല. കാരണം ഇന്നറാണല്ലോ ഇപ്പോൾ തയ്ക്കുന്നത്. ഡ്രസ്സിനൊക്കെ ആണെങ്കിൽ 8.25 എടുക്കാം. എന്നിട്ട് ടക്ക് കൊടുക്കുന്നുണ്ട്. ടക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് നമുക്ക് 1.5-2 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് കൂടെ കൊടുക്കുക. ഇവിടെ വന്നിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ അളവാണ് നെക്സ്റ്റ് എടുക്കേണ്ടത്. സ്ലിറ്റിൻ്റെ അളവിൽ എത്ര വരുന്നത്, ഇവിടെ സാധാരണഗതിയിൽ സ്ലിറ്റിൻ്റെ അളവ് വരുന്നത് 13.5 ഇഞ്ചാണ്. അപ്പോൾ 13.5 ഇഞ്ചിൽ നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കുന്നത്. കാരണം ഇത് നോർമൽ ഡ്രസ്സാണ്. 38-40 സൈസ് ആയതുകൊണ്ട് നമ്മൾ സാധാരണ 13.5 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് കൊടുക്കുക. അതിനുശേഷം വേസ്റ്റിൻ്റെ അളവെടുക്കുക. വേസ്റ്റിൻ്റെ അളവിൽ 42 എടുക്കുക. 42 ആണ് മെഷർമെൻ്റ് ഉള്ളത്. അപ്പം നമ്മൾ എടുക്കേണ്ട അളവ് 42-ൻ്റെ 4/1 കാണണം. അതിന് 4/1 കാണുമ്പോൾ എത്ര കിട്ടുന്നത്, 10.5 കിട്ടും. നമുക്ക് 10.5 ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. അപ്പോൾ കുറച്ച് ലൂസായിട്ട് നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. കാരണം ഇത് ഇന്നറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ലൂസ് കൊടുത്ത് അവിടെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇത് A-ലൈനാണ് മാർക്ക് ചെയ്യുന്നത്. A-ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് എത്ര വിടുത്തുണ്ടോ അത്രയും ഫുൾ ഇടാം. ഇതിൻ്റെ വിടുത്തിൽ 16 ആണ് കിട്ടുന്നത് നമുക്ക്. അത് ഫുള്ള് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് മാർക്ക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഏകദേശം. ഇനി ഇവിടെ വന്നിട്ട് ഷേപ്പ് മാർക്ക് ചെയ്യണം. ഷേപ്പ് മാർക്ക് ചെയ്യുന്നതിന് പാറ്റേൺ എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് സ്കെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ഇവിടെ ഷേപ്പ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷേപ്പ് മാർക്കിങ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ A-ലൈൻ ആണല്ലോ, അപ്പോൾ ഇവിടെ കട്ടിങ് ഇല്ല, ഓർക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ എൻഡിലേക്ക് അതിനെ ജോയിൻ ചെയ്യുക ഫുള്ള്. അതിനുശേഷം മാർക്കിംഗ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ ബോട്ട് നെക്ക് ആയതുകൊണ്ട് തന്നെയാണ് നെക്കകലം എടുത്തത് 4.25 ഇവിടെ എടുത്തു. അതിനുശേഷം ഷോൾഡർ എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിൻ്റെ 3/4 ഇഞ്ചും കൂടെ ചേർത്തിട്ട് വേണം ഷോൾഡർ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെ 7.25 നമുക്ക് മൊത്തം ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. ഇനി കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ചെസ്റ്റിൻ്റെ അളവ് മെഷർ ചെയ്ത് നോക്കിയ ശേഷം ചെസ്റ്റിൻ്റെ അളവ് കൈക്കുഴി മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെയിം ഇവിടെ വന്ന് ഇവിടെ മാർക്ക് ഒരു പോയിൻ്റ് ഇട്ട് അതിന് നമ്മൾ 6.5-6.25 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്ത് പ്ലസ് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് കണ്ട ഷേപ്പാണ്. ഷേപ്പിൽ
ഷേപ്പിൻ്റെ മെഷർമെൻറ്റ് കണ്ട ശേഷം അതിനെ 4/1 പ്ലസ് 1 ഇഞ്ച് തയ്യൽ ഇത് ലൂസും കൂടെ ചേർത്ത്, അല്ലെങ്കിൽ 1/4 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് 1/4 ഇഞ്ച് ഇടുമ്പോൾ 4 പീസും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് 1 ഇഞ്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് 1/4 ഇഞ്ച് ഇടാൻ പറയുന്നത്. 1 ഇഞ്ചോ 1/2 ഇഞ്ചോ കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ലൂസാവും. അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 1/4 ഇഞ്ച് ലൂസ് ഇട്ടാൽ 4 പീസും കൂടെ ചേരുമ്പോൾ നമുക്ക് 1 ഇഞ്ച് ലൂസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലൂസ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1/4 ഇഞ്ച് 1 ഇഞ്ച് കൂട്ടാൻ പറഞ്ഞാൽ 1/4 ഇഞ്ച് കൂട്ടേണ്ട ആവശ്യമേ കട്ടിങ്ങിൽ. അപ്പം ഇതിൽ വന്നിട്ട് ഇവിടെ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നമ്മൾ മാർജിൻ മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിട്ട് വേസ്റ്റാണ്. വേസ്റ്റിൻ്റെ ഇവിടുന്ന് വേസ്റ്റിൻ്റെ 4/1 കണ്ടിട്ട് പ്ലസ് 1/2 ഇഞ്ച് മാർജിനും കൂടെ ഇടുക. അതിനുശേഷം ഇതിനെ നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചു ഷേപ്പ് വരച്ച് റെഡിയാക്കുക. ഈ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പം ഞാൻ സാധാരണ രീതിയിൽ തയ്ക്കുമ്പോഴാണ് നെക്ക് കട്ട് ചെയ്യാറ്. അപ്പം അതുപോലെയാണ് ഞാനിപ്പോഴും കട്ട് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ തരത്തിൽ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മെഷർമെൻറ്റ് നിങ്ങൾക്ക് എത്ര വെച്ച് എടുക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ ബോട്ട് നെക്കിന് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും 4 അല്ലെങ്കിൽ 4.5 കൂടുതൽ ഫ്രണ്ട് എടുക്കാൻ പാടില്ല. 4 അല്ലെങ്കിൽ 4.5. അപ്പം 4 4.5 മാത്രമാണ് നമ്മൾ ഇതിലെടുക്കാൻ പാടുള്ളൂ. കാരണം ഡീപ്പ് കൂടുതലായി കഴിഞ്ഞാൽ ബോട്ടിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. പിന്നെ ബോട്ട് എന്താ പറയുക, റൗണ്ട് ഷേപ്പിൽ കുറച്ച് കുഴിഞ്ഞ് വെട്ടണം എന്ന് പറഞ്ഞാൽ മാത്രം, കസ്റ്റമർ പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ 5 5.5 എടുത്ത് വെട്ടാം. പക്ഷെ അത് ഡീപ്പ് കൂടി കഴിയുമ്പോൾ അത് ബോട്ടായിരിക്കില്ല, റൗണ്ട് ഷേപ്പ് ആയി പോകും. അത് നിങ്ങൾക്ക് തയ്ച്ച് കഴിയുമ്പോൾ മനസ്സിലാവുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നോക്കിക്കോ, ഇങ്ങനെയാണോ കട്ടിങ് വരിക. അപ്പോൾ ഇത് ഏകദേശം ഒരു ബോട്ട് ഷേപ്പ് വന്നേക്കാം, വരുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് ബോട്ട് ഷേപ്പ് നമുക്കിവിടെ കിട്ടും. കാരണം ഇത് ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്ന നെക്കായതുകൊണ്ട് 4 ഇഞ്ച് ഫ്രണ്ടിനും 3 ഇഞ്ചോ 3.5 ഇഞ്ചോ ബാക്കിനുമാണ് സാധാരണ കൊടുക്കാറുള്ളത്. 3.5 ഇഞ്ച് ബാക്കും. അപ്പോൾ 2 മാർക്കിങ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇത് ബാക്കും ഇത് ഫ്രണ്ടുമാണ്. അപ്പം ഇത് ഫ്രണ്ട് എന്നുള്ളതും ബാക്ക് എന്നുള്ളതും ഇവിടെ പ്രത്യേകം ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് നോക്കി കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിന് നോക്കി അടുത്ത് ഇനി കട്ട് ചെയ്യാം. അപ്പം നമ്മളിവിടെ ചെറിയൊരു ഷേപ്പായിട്ട് ഇവിടെ ലൈനാണല്ലോ, ഒരു ചെറിയൊരു ഷേപ്പ് കൊടുക്കുക 1/4 ഇഞ്ചിൽ. എന്നിട്ട് ഈ കട്ടിങ്ങിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ലൈൻ ആയതുകൊണ്ട് ഇതിന് നാച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ലൈനിൻ്റെ ഇവിടെ നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് ഇടുന്നുണ്ടെങ്കിൽ നാച്ച് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ഒരു നാച്ച് നമുക്ക് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിവിടെ വന്നിട്ട് ലൈനിങ് സെപ്പറേറ്റും ബോഡി സെപ്പറേറ്റും സ്റ്റിച്ചിങ്ങിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഷേപ്പിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ വരുമ്പോൾ ഷോൾഡർ കറക്റ്റ് ഒരേ ലെവലിൽ ബാക്ക് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, അങ്ങനെ ബാക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ബാക്ക് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഷോൾഡർ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയും ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നു. ഉണ്ടോ, ഇവിടെ ബാക്ക് നെക്ക് അതേപോലെ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് നെക്ക് ആ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അതേ ഷേപ്പിൽ ഇവിടം വരെ കട്ട് ചെയ്ത് ആ ബാക്കിനോട് തന്നെ യോജിപ്പിക്കുക. നമുക്കിവിടെ 1/2 ഇഞ്ച് ഫ്രണ്ട് ഡീപ്പ് കിട്ടിയിട്ടുണ്ട്, ബാക്ക് ഡീപ്പും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെയും അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രണ്ട് ഷേപ്പ് നമുക്ക് ഇവിടെ കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നർ ലൈനിങ്ങിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഈ നാച്ച് തമ്മിൽ ചേരാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ബാക്കിൻ്റെ പീസ് കുറച്ച് മാത്രം ഇവിടെ കട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഫുള്ള് കട്ട് ചെയ്യരുത്, ഇവിടെ മാത്രം നാച്ചിൻ്റെ അടുത്ത് വരെ മാത്രം കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ അത് സ്റ്റിച്ചിങ്ങിന് നമുക്ക് എളുപ്പം ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. കട്ടിങ് ഇന്നർ ലൈനിങ് നമ്മളിവിടെ കട്ടിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് അടുത്തത് ലൈനിങ് ആണ്, അതായത് ബോഡിയുടെ തൊട്ടുള്ള ലൈനിങ്. ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് നമുക്ക് കഴുത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അതുകൊണ്ട് കളയാതെ ഇത് കട്ട് ചെയ്ത് നമ്മൾ എടുത്ത് വെക്കണം. അതിനുശേഷം
ഇത് ജോർജറ്റ് ക്ലോത്തിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോഡിയുടെ തൊട്ടിൽ അടുത്തുള്ള ലൈനിങ്. അപ്പോൾ ഈ ഇന്നർ ലൈനിങ് കട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്തിടണം. ആദ്യം നമ്മൾ ഇതിൻ്റെ ലെന്ത് എത്രയാണെന്ന് നോക്കുക. അതിനേക്കാളും ബോഡിയുടെ ലെന്ത് ഇപ്പം 44 ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 43 ആണ് പറഞ്ഞിരിക്കുന്നത്. 43 ലെന്ത് ഉണ്ടെങ്കിൽ നമ്മളതൊരു 2 ഇഞ്ച് 2.5 ഇഞ്ച് കുറച്ചിട്ട് ഈ ലൈനിങ് എടുക്കുക. 2.5 3 എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ ലെങ്ത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക, എത്ര വേണമെന്നുള്ളത്. 44 ഫുൾ ലെന്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മളൊരു 3 ഇഞ്ച് കട്ട് ചെയ്തിട്ട് 41 എടുക്കുക. 41 എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. ഈ 41-ൽ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ 4ആയിട്ട് ടേബിളേറ്റോട്ട് വിരിച്ചിടുക. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ എ ലൈൻ ഫ്രോക്കിൻ്റെ ബോഡിയാണ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ബോഡിയുടെ ഇന്നർ ലൈനിങ് കട്ട് ചെയ്തു. ഇനി അതിൻ്റെ ഉള്ളിൽ ബോഡിയോട് ചേർന്നിട്ടുള്ള വരുന്ന ലൈനിങ്ങാണ് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ലെന്ത് നോക്കി ടേബിളിൽ 4ആയിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. നെറ്റ് ആയതുകൊണ്ട്, നെറ്റിൻ്റെ പീസ് ആയതുകൊണ്ട് കുറച്ച് ലൈനിങ് 4 ഇഞ്ച് വേണ്ട, ഒരു 2.5-3 ഇഞ്ചിൻ്റെ അടുത്ത് ലൈനിങ് നിന്നാൽ മതി. അപ്പം നമ്മൾ 44 ആണെങ്കിൽ ഒരു 42 അത്രയൊക്കെ ലൈനിങ് കൊടുക്കാം കേട്ടോ. 44 അല്ല, അല്ലെങ്കിൽ വല്ലാതെ നിഴലടിക്കും. അപ്പം 44 വേണമെങ്കിൽ ഒരു 42.5 ഒക്കെ നമുക്ക് ലൈനിങ് കൊടുത്താൽ നന്നായിട്ട് കംഫർട്ടബിളായിട്ട് ഡ്രസ്സ് കിടക്കും. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ലെന്ത് വേണം ലൈനിങ്ങിന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് ലെന്ത് എടുക്കാവുന്നതാണ്. ചിലർക്ക് കയറിപ്പോയി എന്നുള്ള പ്രോബ്ലം വരാതെ ഇരിക്കാനായിട്ട് ലെന്ത് നമ്മൾ നോക്കി എടുക്കണം. ഞാനിവിടെ 44-ന് ഒരു 42 ലെന്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. 42.5 ഉണ്ട്. 1/2 ഇഞ്ച് നമ്മൾ തയ്ച്ച് മടക്കി തയ്ക്കാനും ഇവിടെ ഷോൾഡർ പിടിക്കാനും ഒക്കെ ആയി കുറേ കുറയുന്നുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ലെന്ത് കുറയാതെ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലൈനിങ് ഉണ്ടല്ലോ, ഇന്നർ ലൈനിങ്, ഈ ലൈനിങ്ങിനെ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇടുക. ഈ ലൈനിങ്ങിനെ നമ്മൾ ഇതിൻ്റെ മേലേക്കിട്ട് പീസ് രണ്ടും ഒപ്പം വെക്കണം. ഇന്നർ ലൈനിങ്ങിൻ്റെ ലെന്ത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരു 40 ഒക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ച് കുറയ്ക്കാം. മറ്റേ ലൈനിങ് താഴെ നിന്നാൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒരു 2 ഇഞ്ചോ അത്രയും കട്ട് ചെയ്ത് മാറ്റിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ മേലെ ഫ്ലാറ്റായിട്ട് വിരിച്ചിടണം. ഇപ്പോൾ 2 ലൈനിങ്ങുകളുടെ ഫോൾഡിങ്ങും കറക്റ്റായി വരത്തക്ക രീതിയിൽ ഇതിനെ നമ്മൾ നേരെ ഇട്ട ശേഷം ഇവിടം വരെയുള്ള അകലം ഫുള്ള് നമ്മൾ എടുക്കണം. അതായത് ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്ത് പിന്നെ നമുക്ക് ഉള്ള മാർക്കിംഗ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടം വരെ ഇതേ സെയിം കട്ടിങ്ങിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇവിടെ ഒരു 1.25 ഇഞ്ച് നമ്മൾ ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. 1.25 ഇഞ്ച് ഇവിടെ ചെരിച്ച് വരയ്ക്കണം. അതെന്തിനാ?
ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എ ലൈൻ ആയതുകൊണ്ട് ഇവിടെ ഷേപ്പ് കിട്ടാനായിട്ട് 1.25 ഇഞ്ച് ചെരിച്ച് വരച്ച ശേഷം ഇതിനെ നമ്മൾ ഈ ഷേപ്പ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ അതിലോട്ട് ജോയിൻ ചെയ്യണം. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എടുക്കരുത്, അന്നേരം ഇവിടെ ഒരുമാതിരി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പൊന്തിയൊക്കെ നിൽക്കും. ഇവിടെ നമ്മൾ എത്ര ഏകദേശം എടുക്കുന്ന ആ കോണിൽ തന്നെ നമ്മൾ ചെരിച്ച് വരച്ച് മാക്സിമം കിട്ടുന്ന വിടുത്ത് ഫുൾ എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരുപാട് ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ലെസ്സാകും, അവിടെ ഇങ്ങനെ ഒരുമാതിരി ഫിനിഷിങ് ഇല്ലാതെ കിടക്കും. അപ്പോൾ അങ്ങനെ കുറേ ആൾട്രേഷനൊക്കെ വരാതിരിക്കാനായിട്ട് വളരെയധികം ഈ ഭാഗം കട്ട് ചെയ്യുമ്പോഴും മാർക്ക് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു 1-1.25 എടുക്കാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് ഷേപ്പ് കൂടെ തന്നെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യണം. അതിനുശേഷം നെക്കും കൈക്കുഴിയും കറക്റ്റായി വെച്ച ശേഷം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടുന്ന് കട്ട് ചെയ്ത് നമ്മൾ ചെയ്യുക. മാർക്ക് എങ്ങനെയാണുള്ള അതേപോലെ കട്ട് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൈക്കുഴി ബാക്കാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം ബാക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്യുക, കൈക്കുഴി ബാക്ക് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞു. ഷോൾഡർ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ലൈനിങ്ങിൻ്റെ ഫുൾ കട്ടിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഫ്രോക്കിനുള്ള ബോഡി പീസാണ് കട്ട് ചെയ്യേണ്ടത്, നെറ്റ് പീസ്. ഇതാണ് അതിൻ്റെ നെറ്റ് പീസ്. അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെ ലെന്ത് പ്രകാരം നമ്മൾ 4 ഫോൾഡ് ചെയ്ത് ടേബിൾ മേലെ വിരിച്ചിടണം. ഇതിൻ്റെ കരവശം ഇതാണ് വരുന്നത്. അപ്പോൾ കരവശം ലെന്തായിട്ടാണ് എടുക്കേണ്ടത്. കരവശം ലെന്തായിട്ട് നമ്മൾ എടുക്കണം. ലെന്ത് പറഞ്ഞത്. അപ്പോൾ ലെന്ത് നമ്മൾ ചെക്ക് ചെയ്യുക. 44 എന്നുള്ളത് ഒരു 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇട്ട് നമ്മൾ കട്ട് ചെയ്യണം എപ്പോഴും. അല്ലെങ്കിൽ നമുക്ക് തയ്ച്ച് വരുമ്പോഴും അതിൻ്റെ ലെന്ത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ബോഡി പീസിൽ എപ്പോഴും നമ്മൾ ലെന്ത് 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട ശേഷം വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ 44 പ്ലസ് 2 ഇഞ്ച് ആകുമ്പോൾ 46 വരുന്നുണ്ട്. നമ്മൾ 2 ഇഞ്ച് 46-ൽ തന്നെ ഫോൾഡ് ചെയ്ത് മടക്കിയിടണം. ഇതിൻ്റെ ഫ്രില്ല് വരുന്നുണ്ടല്ലോ 46 ഫുള്ള് നമ്മളിപ്പം ഇവിടെ എടുക്കുന്നില്ല. കാരണം ഇവിടെ അടിയിൽ ഒരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അപ്പം അതും ചേർത്തിട്ട് വേണം, ഫ്രില്ലിനും കൂടെ ഉള്ള ലെന്ത് ചേർത്തിട്ട് വേണം നമുക്ക് ഇതിൽ കട്ട് ചെയ്യാൻ. അപ്പം നമ്മളിപ്പോൾ ഒരു 46 എടുക്കുന്നില്ല, ഇപ്പോൾ ഒരു 40-ൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഫ്രില്ലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കട്ടിങ് റെഡിയാക്കണം.
ഓക്കെ. അപ്പോൾ നമ്മളിവിടെ 40-ൽ കട്ട് ചെയ്ത് ബോഡി ആദ്യം ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം നമുക്കൊരു 5-6 ഇഞ്ചിലുള്ള ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതിന് ഫ്രില്ല് കൊടുക്കണം. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് പീസ് ഉണ്ടല്ലോ, അതിന് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഉണ്ടോ? അപ്പം ഇത്രയും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതിന് ഒരു ചേഞ്ചസ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഷേപ്പിൽ വരുന്ന ഈ ഫ്രോക്കുകളുണ്ടല്ലോ, ഇതിൽ കട്ട് ചെയ്യുമ്പോൾ ഈ ഷേപ്പിൽ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുക്കുന്നില്ല. ഇതിനെ നമ്മൾ ഇവിടുന്ന് ഷേപ്പ് എടുത്ത ശേഷം ഇതിന് കൂടുതൽ ഇവിടെ ഫ്രില്ല് കിട്ടത്തക്ക രീതിയിലാണ് ഇതിനെ നമ്മൾ റെഡിയാക്കുന്നത്. ഇവിടുന്ന് കട്ട് ചെയ്ത് അതിന് കൂടുതൽ ഫ്രില്ല് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വരെ നമ്മൾ ഈ കട്ടിങ്ങിൽ തന്നെ കൊണ്ടുവന്ന് അതിൻ്റെ ഫുള്ള് ലൈൻ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ ലൈൻ ഫ്രോക്ക് കുർത്തിയുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിതിനെ ഷോൾഡർ കട്ട് ചെയ്ത് അതിൻ്റെ ബോഡി പീസും കട്ട് ചെയ്തു. ഇതിൻ്റെ 3 കട്ടിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഇതിന് നമുക്ക് ഇനി അടുത്ത കട്ട് ചെയ്യാനുള്ളത് സ്ലീവാണ്. സ്ലീവ് 3/4 സ്ലീവാണ് വരുന്നത്. 3/4 സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് പഫ് സ്ലീവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്യുന്നത് 3/4 സ്ലീവിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 3/4 സ്ലീവിന് വേണ്ടിയിട്ട് 14 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 14 ഇഞ്ചിലാണ് 3/4 സ്ലീവ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 15.5 ഇഞ്ച് ഇവിടെ മടക്കി അടിക്കണം. അപ്പോൾ അതിനുവേണ്ടി 15.5 ഇഞ്ച് ലെന്തിൽ നമ്മളിതിനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് സ്ലീവ്. ഇവിടുന്ന് വരുമ്പോൾ ഇത് സ്ട്രെയിറ്റ് വരുമ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെയാണ് സ്ലീവിൻ്റെ ഷേപ്പ് എപ്പോഴും എടുക്കേണ്ടത്. അത് അറിയാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ ലൂസ് എത്രയാണെന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെ മാർക്കിംഗ് കൊടുക്കുക. ഇതിന് സ്ലീവിന് ലൈനിങ് കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ ലൈനിങ് ആദ്യം കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെ 9.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരു 4.25 ഇവിടെ മാർക്കിംഗ് വരും. അത് നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്ത ശേഷം പഫ് ഇടുന്നുണ്ടെങ്കിൽ 2-3 പഫ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു പടി വേണമെങ്കിൽ കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്ലീവ് റെഡിയാക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ഫ്രോക്ക് കുർത്തിയുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അയയ്ക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇവിടെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.